ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് തന്നെ. ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ എനിക്കൊരു 1.5-2 വർഷത്തോളം എടുത്തു. ആക്ച്വലി ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത് തന്നെ ഒരു 2017-18 ആ ടൈമിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് തുടങ്ങിയപ്പോൾ ഞാൻ എനിക്ക് കാര്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. ഞാൻ ഈ പൂച്ചകളുടെ വീഡിയോസ്, പിന്നെ ഈ ടോയ്സിൻ്റെ റിവ്യൂസ്, എൻ്റെ മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അങ്ങനെ ചെറിയ ക്രാഫ്റ്റ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോസ് ചെയ്ത് പിന്നെ അവിടെ നിർത്തി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോയി പഠിക്കാനൊക്കെ പോയപ്പോൾ പിന്നെ ഞാൻ അവിടെ നിർത്തി. പക്ഷെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒന്ന് എനിക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന്, വീണ്ടും തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2024 വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു. അതായത് UK വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ ഞാൻ വീണ്ടും തുടങ്ങിയത്. ഇനിയാണ് ഈ പറയാൻ പോണ ഒരു 4 കാര്യങ്ങൾ, മനസ്സിലാക്കിയ ഒരു 4 കാര്യങ്ങൾ യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ശേഷം. ഇവിടെ വന്നിട്ട് പിന്നെ ഞാൻ ഷോർട്സ് വീഡിയോസാണ് കൂടുതൽ ഇടാൻ നോക്കിയത്. അപ്പം എൻ്റെ ഒരു ചിന്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ഈ പറയണ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആവാൻ ഇന്ന കാര്യങ്ങളുണ്ടല്ലോ. അതായത് 1000 സബ്സ്ക്രൈബേഴ്സ് ആവണം, പിന്നെന്താ 4000 മാസ് ടൈം അവേഴ്സ് കംപ്ലീറ്റ് ആണ്, അങ്ങനെയൊക്കെ. അപ്പം എൻ്റെ മനസ്സിൽ ഒരു മനസ്സിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയും ആവാം, വേറെ ഒന്നും ഞാൻ നോക്കണില്ല. ജസ്റ്റ് 1000 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയും ആക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഷോർട്സ് വീഡിയോയുടെ നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. അപ്പോൾ അത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. അപ്പോൾ ഞാൻ ഈ ലോങ് വീഡിയോ അതിൻ്റെ ഒപ്പം ഇടാന്നുള്ള ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഈ ഷോർട്സ് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ലോങ് വീഡിയോയിൽ ഒരുമിച്ച് ചെയ്യാൻ നോക്കാം. ശരി തന്നെയാണ്, നമുക്ക് ഷോർട്സ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ കിട്ടും, അത് കറക്റ്റ് തന്നെയാണ്, അത് ഞാനില്ലയെന്ന് പറയുന്നില്ല. പക്ഷേ കൂടെ ലോങ് വീഡിയോയുടെയും ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ലോങ് വീഡിയോയ്ക്ക് നമുക്ക് കൂടുതൽ ഈ വാച്ച് ടൈം അവേഴ്സ് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോയാൽ ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്നു. അല്ലാതെ ഇപ്പോൾ ഒരെണ്ണം അച്ചീവ് ചെയ്തതിന് ശേഷം അടുത്തത് അച്ചീവ് ചെയ്യാൻ നിൽക്കാൻ നേരം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയാൽ നമുക്ക് എന്താ പറയുക അത്യാവശ്യമെങ്കിലും വാച്ച് ടൈം അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ എൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം അച്ചീവ് ആയിട്ടുണ്ട്, 1000 സബ്സ്ക്രൈബേഴ്സ്. ഇനി അച്ചീവ് ചെയ്യാനുള്ളത് ഈ 4000 വാച്ച് ടൈം അവേഴ്സാണ്. അതെനിക്ക് ഇനിയും കുറേ കിടക്കാണ് എത്താൻ വേണ്ടി. അപ്പം ഞാനിത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ വാച്ച് ടൈം അവേഴ്സ് ഇന്ന് കുറച്ചെങ്കിലും എത്തിയാനെ. ഇതിപ്പോൾ കുറച്ചെങ്കിലും എത്താത്ത രീതിയിലാണ് എൻ്റെ വാച്ച് ടൈം അവേഴ്സ് കിടക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതായത് ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ്. അതായത് ഷോർട്സ് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ലോങ് വീഡിയോയും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് എന്നും ലോങ് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ 1-2 വീഡിയോസ് ഇടാം. അങ്ങനെ ചെയ്യാൻ നോക്കാം. എന്നോട് യൂട്യൂബ് തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എനിക്ക്. അമ്മയും അപ്പച്ചനും ഇപ്പം എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ എന്നോട് എപ്പോഴും പറയും നീ ഷോർട്സ് വീഡിയോ മാത്രം ചെയ്യാതെ ലോങ് വീഡിയോയും ചെയ്യുന്നു. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 1000 സബ്സ്ക്രൈബ് ആവട്ടെ 1000 സബ്സ്ക്രൈബ് ആവട്ടെ എന്ന് വെച്ചിങ്ങനെ ഇരിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. പക്ഷേ നമുക്ക് മോണിറ്റൈസേഷൻ ആവാൻ ഇനിയും കുറേ കടമ്പകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വാച്ച് ടൈം അവേഴ്സ് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഇത് രണ്ടും ഒരുമിച്ച് നിന്ന് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ വാച്ച് ടൈം അവേഴ്സ് ഇന്ന് എവിടെയെങ്കിലും എത്തിയാൽ. ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കിയത് യൂട്യൂബ് തുടങ്ങിയിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ പൾസ് അറിഞ്ഞിട്ട് വീഡിയോസ് ഇടാൻ നോക്കുക. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ തന്നെ പറയാമല്ലോ, പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ള പോലെ ഇതിലങ്ങനെ ഞാൻ വീഡിയോസ് ഇടും. ഞാനിപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് എന്ത് കാണാനാണ് ഇഷ്ടം എന്നുള്ളത് എന്താ പറയുക ഒരു ഗ്രാഫ് എടുത്തിട്ട് അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത്. എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ അങ്ങനെ ഇടാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ പൾസ് അറിഞ്ഞിട്ട് എന്താ പറയുക വീഡിയോസ് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചിട്ടും വ്യൂസ് കിട്ടാനും ലൈക്കും കമൻറ്റും അതൊക്കെ കിട്ടാനും ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ പൾസ് എങ്ങനെ അറിയാമെന്ന് ഇപ്പോൾ നിങ്ങൾ ചോദിക്കും.
അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലേതെങ്കിലും ഒരു വീഡിയോ കുറേ ലൈക്കും കുറേ വ്യൂസും കമൻറ്റും ഒക്കെ കിട്ടിയൊരു വീഡിയോ ഉണ്ടാവും. അത് നമ്മുടെ വ്യൂവേഴ്സിന് വളരെ ഇഷ്ടപ്പെട്ട ആരും ഇഷ്ടപ്പെടാണ്ടൊന്നും ലൈക്കോ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതൽ ഈ വ്യൂവേഴ്സിന് കാണാൻ താല്പര്യം. അപ്പോൾ അതനുസരിച്ച് ഇടാൻ ശ്രമിക്കുക. അത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ആ ഒരു ടൈമിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അത്. പിന്നെ മൂന്നാമത്തെന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കുക. കൺസിസ്റ്റൻസി ആയിരിക്കും എപ്പോഴും. ഇതാണ് എനിക്ക് ഇല്ലാണ്ട് പോയൊരു സംഭവം. ഞാൻ 2017 തുടങ്ങിയിട്ട് വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തത് 2024 അപ്പോൾ നിങ്ങൾക്ക് അറിയാം മുന്നേ തുടങ്ങിയിട്ട് പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ വ്യൂസ് ഉണ്ടാവില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെനിക്ക് ഞാൻ അനുഭവിച്ചൊരു കാര്യം കേട്ടോ. അതിങ്ങനെ പിക്കപ്പ് ചെയ്ത് വരണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൺസിസ്റ്റൻസി ആയിട്ട് പോവുക. പക്ഷേ ഞാൻ വെച്ചാൽ അവിടെ എനിക്കൊരു പാളിച്ച വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചില നേരത്ത് നമുക്ക് വ്യൂ ഒന്നും വരുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് ആവുന്നില്ല, മടുത്തു എന്നുള്ള ലെവലിൽ പിന്നെ ഞാൻ ഒരു 5-6 ദിവസം നേരം വീഡിയോ ഇടാതിരിക്കും. അപ്പം അമ്മ വിളിച്ച് ചോദിക്കും എന്നോട്, ഇന്ന് വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ, എന്താ നീ വീഡിയോ വീഡിയോ ഇട്ടാലല്ലേ ആൾക്കാർ വ്യൂസും കാണുക, സബ്സ്ക്രൈബ് അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയും. അപ്പം ഞാൻ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ തുടങ്ങും, ഒന്ന് ബ്രേക്കാവും പിന്നെ വീണ്ടും തുടങ്ങും. പക്ഷെ അങ്ങനെ ഇല്ലാതെ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു മിനിറ്റോ അങ്ങനെയൊക്കെ 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെറിയ വീഡിയോസ് അങ്ങനെ ഇടാൻ നോക്കുക പരമാവധി എല്ലാ ദിവസവും. അപ്പോൾ അതൊരു നല്ലത്. അതായത് ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ പൊന്തി വരും ചെയ്യും, ആൾക്കാരത് കാണുകയും ചെയ്യും. അതാണ് അടുത്ത കാര്യം. 4ാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ഷമ. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ യൂട്യൂബിൽ മാത്രമല്ല ഈ ഒരു ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ക്ഷമ എന്ന് പറയണത്. ഇപ്പോൾ വേറെ ഏത് ജോലി ആകട്ടെ, ഏത് മേഖലയായാലും ക്ഷമ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ക്ഷമ വേണം. നമ്മൾ അവിടെ വരെ എത്തണമെങ്കിൽ ഒരു ക്ഷമ വേണം. ഇതാണ് ആദ്യം മുന്നിൽ നിൽക്കേണ്ട ഒരു കാര്യം. എപ്പോഴും നമ്മൾ യൂട്യൂബ് വീഡിയോ ചെയ്യാവുന്ന സമയത്തും എന്തായാലും ഈ ക്ഷമ എന്ന് പറഞ്ഞ ഒരു സാധനം മുന്നിൽ നിൽക്കേണ്ട ഒരു സാധനമാണ്. ഞാൻ UK വന്നതിന് ശേഷമാണ് ഈ ക്ഷമ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് ഞാൻ പഠിച്ചത്. എൻ്റെ പൊന്നേ. അപ്പോൾ ഈ 4 കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കിയത്. സ്വന്തമായിട്ട് യൂട്യൂബ് ഉള്ളവർ കാണുന്നുണ്ടായിരിക്കും ഇപ്പം എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് തുടങ്ങിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എനിക്കും കൂടി ഒരു ഉപകാരപ്പെടുന്നു തോന്നുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ഇതൊരു ഗുണമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ ടാറ്റാ.